BJP നേതാവും MP-യുമായ സി സദാനന്ദന്റെ കാലുവെട്ടിയ കേസിൽ രാഷ്ട്രീയ വിശദീകരണവുമായി CPIM. പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മട്ടന്നൂർ ഉരുവച്ചാലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന വിശദീകരണ യോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അരുൺ, ഈ CPIM നേതാക്കൾ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു ഈ ശിക്ഷിക്കപ്പെട്ടവർ തെറ്റുകാരല്ല, നിരപരാധികളാണ് എന്നുള്ള തരത്തിൽ. ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എന്തൊക്കെയാണ് CPIM ഉദ്ദേശിക്കുന്നത് ഈ യോഗം കൊണ്ട് അരുൺ? ഉന്മേഷ, സുപ്രീം കോടതി ഈ പ്രതികളുടെ അപ്പീൽ തള്ളിയതോടെ ഈ പ്രതികളെ 31 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഈ ജയിലിലടച്ചത്. ശിക്ഷ നേരത്തെ തന്നെ ഈ വിചാരണ കോടതി 7 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും പിന്നീട് ഇവർ അപ്പീൽ പോവുകയും അപ്പീൽ തള്ളിയതോടെ കഴിഞ്ഞ ദിവസമാണ് അവരെ ജയിലിലടക്കുകയും ചെയ്തത്. ജയിലിലടച്ച ഘട്ടത്തിൽ തന്നെ ഇവർക്ക് പ്രതികൾക്ക് CPIM യാത്രയപ്പ് നൽകി. അതിൽ CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുകയും ആ യാത്രയപ്പൊക്കെ വിവാദമാവുകയും ചെയ്തതാണ്. അതിനുശേഷവും CPIM ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഈ പ്രതികളെല്ലാം നിരപരാധികളാണ്. അവിടെ ഈ സി സദാനന്ദന്റെ കാല് വെട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ടൊരു പ്രാദേശിക വികാരത്തിലുണ്ടായ സംഭവമാണ്. അതിനു മുമ്പ് CPIMന്റെ അവിടുത്തെ ഉരുവച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ജനാർദ്ദനനെ ആക്രമിച്ചതിൽ പിന്നിൽ സി സദാനന്ദന് പങ്കുണ്ട്. അതിന്റെ ഒരു പ്രാദേശിക വികാരമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CPIM വിശദീകരിക്കുന്നത്. പക്ഷേ ഈ പ്രതികളെ വീണ്ടും ജയിലിലടച്ചതിന് ശേഷം CPIMനെതിരെ അതിൽ യാത്രയപ്പ് നൽകിയതിലും അഭിവാദ്യം അർപ്പിച്ചതിൽ ഉൾപ്പെടെ CPIM നേതാക്കൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇത്തരം അക്രമ സംഭവങ്ങളെ, കുറ്റവാളികളെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് CPIM സ്വീകരിക്കുന്നത് എന്ന തരത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP ഒക്കെ അതിൽ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതിൽ ഒരു രാഷ്ട്രീയമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ CPIMന്റെ ഇവിടെ ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ ഇതിൽ പ്രതികരണം നടത്തിയതാണ്. പക്ഷെ രാഷ്ട്രീയമായി ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന ലക്ഷ്യമാണ് CPIM ഈ പരിപാടികൾ, അതായത് രാഷ്ട്രീയ പൊതുയോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ അന്നുണ്ടായ സംഭവങ്ങളെ പറ്റി ഉൾപ്പെടെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വൈകിട്ട് ഉരുവച്ചാലിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.